ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം വിവിധ ചടങ്ങുകളിലൂടെ ജില്ലയിൽ ആചരിച്ചു. SNDP യോഗ യൂണിയനുകൾ, ശാഖകൾ, വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ തുടങ്ങിയവയുടെയെല്ലാം ആഭിമുഖ്യത്തിലാണ് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ശാഖകളിൽ അന്നദാനം, പായസ വിതരണം, ഗുരുദേവ പ്രഭാഷണങ്ങൾ, സമൂഹ പ്രാർത്ഥന തുടങ്ങിയവ നടന്നു. ശാരദാമഠത്തിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണവും ഉപവാസയജ്ഞവും പീതാംബർ കുറുപ്പ് MP ഉദ്ഘാടനം ചെയ്തു. കാടുകൾ പിടിച്ചഴും മർത്യമാനസത്തിന്റെ മേടുകൾ നിരത്തിയിട്ട് അവിടെയൊക്കെ കനിവും അഹിംസയും സമതയും ധാർമ്മികതയൊക്കെ വിതച്ച് വിളയിക്കാൻ ശ്രമിച്ച തഥാഗതന്മാരെ, ഭഗീരഥന്മാരെ, മഹായോഗികളെ നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ട്. പരിഗണിക്കപ്പെട്ടിട്ടുള്ള 5000-ലേറെ വർഷക്കാലത്തെ സംസ്കൃതിയുടെ മഹാപാരമ്പര്യമാണ് നമ്മുടെ ഗ്രന്ഥ ശേഖരങ്ങളും വിജ്ഞാന ശേഖരങ്ങളും നമുക്ക് തരുന്നത്. PK ഗുരുദാസൻ MLA അധ്യക്ഷനായി. സമിതി സെക്രട്ടറി V ശശീധരൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഫെർഡിനാൻഡ് കായാവിൽ, മോഹൻ ശങ്കർ, N രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഗുരുധർമ്മ പ്രചാരണ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങ് മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കാലത്തെ അതിജീവിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം മാനവികതയുടെ മഹത് ദർശനമാണ് ഗുരുദേവ ദർശനത്തിന്റെ ആകത്തുകയെന്നുണ്ടെങ്കിൽ മാനവികത നിലനിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഗുരുദേവ ദർശനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിതമായി തന്നെ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളും. എഴുകോൺ രാജ്മോഹൻ അധ്യക്ഷനായി. മധു മാർനാട് ആമുഖ പ്രഭാഷണം നടത്തി. K സുരേഷ് ബാബു, ക്ലാപ്പന സുരേഷ്, അനിൽ മുത്തോടം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.